മകുടം കാണാതെ പോയി എന്നുള്ളൊരു വിഷയം വന്ന് എല്ലാ മാധ്യമങ്ങളും ഭയങ്കര വിഷയമായിരുന്നു. ഇവിടെ സമരവും ബഹളമൊക്കെ ആയിരുന്നു. ആ സമയത്ത് കേരള ഹൈക്കോടതി ഒരു കമ്മീഷൻ വെച്ച് അഡ്വക്കേറ്റ് രാമേന്ദ്രൻ കമ്മീഷൻ. അപ്പോൾ എന്നോടും പങ്കെടുക്കാൻ പറഞ്ഞു. കാരണം ഞാൻ അതിൽ ആ വിഷയത്തിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് എന്നോട് അതിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഞാനും വന്ന് പങ്കെടുത്തിരുന്നു. ഇവർ ഇത് എടുക്കുന്ന സമയത്ത് ഈ ഭഗവാന്റെ മഹാരാജാവ് കൊടുത്തേക്കുന്ന സാധനങ്ങളാണ്. ഈ ക്ഷേത്രവും ഭഗവാന്റെ ഈ സ്വത്തുക്കളും ഭഗവാൻ കൊടുത്തത് മഹാരാജാവാണ് ക്ഷേത്രത്തിന് സമർപ്പിച്ചേക്കുന്നത്. ആ സമയത്തുള്ള ആഭരണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് സത്യത്തിൽ നമുക്ക് വിഷമം തോന്നിപ്പോവും. ക്ലാവൊക്കെ ഇവിടെ കറുത്തിരിക്കുന്നു. ഒരിക്കലും സ്വർണ്ണത്തിൽ ക്ലാവ് പിടിക്കണേ ഞാൻ കണ്ടിട്ടില്ല. കറുത്ത് കരുവീട്ടി പോലെ ഇരിക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞതെന്നറിയോ, അതെല്ലാം പരിശോധന നടത്തിയിട്ട് ഇവർ പറഞ്ഞത് മാറ്റു കുറഞ്ഞ സ്വർണ്ണത്തിന് ഒരിക്കലും മാറ്റു പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ മറ്റേ 1% ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഗോൾഡ് വന്ന് ഇപ്പം ഇറങ്ങണം. ഗോൾഡ് കവറിങ് ആ കാലഘട്ടത്തിൽ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഗോൾഡ് കവറിങ് ഇല്ലായിരുന്നു. ഒറിജിനൽ തങ്കമാണത്. തങ്കത്തിന് അങ്ങനെ ക്ലാവ് പിടിക്കുന്ന ഇതാവുന്നത് നമ്മളറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, ഹിൽ പാലസിലിരിക്കുന്ന സെയിം സാധനമാണ് ഇവിടെ ഇരിക്കുന്ന മഹാരാജാവ് സമർപ്പിച്ചതിൻ്റെ ബാലൻസാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ പൂർണ്ണദർശനോടത്തിൻ്റെ അന്ന് മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് സംഭവിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ ചിലവാക്കി സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് ഇപ്പോഴും ഹിൽ പാലസ് വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതും വ്യാജന, അതും പരിശോധിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലത്. ഇപ്പോൾ ഇതെല്ലാം ഇവർ വ്യാജനാണെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്ററിൽ മുഴുവൻ മാറ്റു കുറഞ്ഞ സ്വർണ്ണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇത് ഞാൻ ആ കമ്മീഷന് മുമ്പാകെ വ്യക്തമായിട്ട് പറഞ്ഞു, സാറേ ഇത് തെറ്റാണ്. കാരണം ഇതങ്ങനെ ഇതാവുന്നതല്ല. കാരണം ഇവിടെ സ്വർണ്ണത്തിന് ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും അതിന് മാറ്റം കൂടുതലോ കുറയില്ല എന്ന് പറഞ്ഞു.